ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോവുക, ടെർമിനേറ്റ് ആക്കി യൂട്യൂബ് കളയുക, ഇത്തരത്തിലുള്ള പ്രവണത ഈ അടുത്ത കാലത്ത് ഒരുപാടായി വരുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് നിരന്തരം ഇത്തരത്തിലൊക്കെ എൻ്റെ ചാനൽ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് യൂട്യൂബ് ഡിലീറ്റ് ആക്കി ഇത്തരത്തിലുള്ള ഒരു മെയിൽ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ആഷിക് കേരള, വി ഹാവ് റിമൂവ് യുവർ ചാനൽ ഫ്രം യൂട്യൂബ്. അതായത് യൂട്യൂബ് ചാനൽ റിമൂവ് ചെയ്തു, ഇത്തരത്തിലുള്ള ഒരു മെയിൽ വരും. അങ്ങനെ മെയിൽ വന്ന 1,00,000 സബുള്ള 2,00,000 സബുള്ള ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെയാണ് പോണത്. അപ്പൊ ഈ ഇത്രയും സബൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചാനൽ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പോളിസി, ഇതിനെ കുറിച്ചുള്ള പോളിസി ഇതിൽ വലിയ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, സ്പാം ആൻഡ് ഡെസ്പെക്റ്റീവ് പ്രാക്ടീസ് ആൻഡ് സ്കാം പോളിസി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല, ഞാൻ യൂട്യൂബ് വയലേഷൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒന്ന് രണ്ട് മാഡത്തിന്റെ അവരുടെയും ചാനൽ ഇത്തരത്തിലുള്ള പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചാനലൊക്കെ പോകുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ വസ്ത്രം ഇല്ലാണ്ടാക്കിയിട്ടൊക്കെ വീഡിയോ, ചെറിയ കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ഡ്രസ്സൊന്നും ഇടാണ്ട് നടത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടോ, ചെറിയ പിഞ്ചു കുട്ടികളുടെയൊക്കെ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ? കാരണം അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ തല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു മേഡത്തിന് സ്ട്രൈക്ക് കിട്ടി, 2 സ്ട്രൈക്ക് കിട്ടി. ആ സ്ട്രൈക്ക്, രണ്ടാമത്തെ സ്ട്രൈക്ക് കിട്ടിയത് ഒരു കോഴിനെ ഒരു ലേഡി കാലും കൊണ്ട് തട്ടുന്ന വീഡിയോ. അപ്പൊ ആ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ആ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്ക നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്നും നമ്മുടെ ഫാമിലിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തോളൂ, ഈ വീഡിയോ കാണിച്ചുകൊണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ വീഡിയോ കാണിച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും കിട്ടും പണി, എൻ്റെ ചാനൽ സ്ട്രൈക്ക് വരും. കാരണം ആ വീഡിയോ ഞാൻ നമ്മുടെ ഫാമിലിക്ക് അതൊരു ഉപകാരം ആവട്ടെ പറഞ്ഞായിരിക്കും ഞാൻ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഈ ലേഡി ഇങ്ങനെ കാലുകൊണ്ട് ആ കോഴിനെ തട്ടി എന്നിട്ട് കൈ കൊണ്ട് എടുത്ത് പിടിച്ച് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നാ എൻ്റെ മനസ്സിന്റെ ഉദ്ദേശവും എൻ്റെ ഓഡിയൻസിന്റെ ഉദ്ദേശവും എന്താണ്, ഒക്കെ പറഞ്ഞു തന്ന കാര്യം അത് റിസീവ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇടരുത് എന്നാണ് നമ്മുടെ രണ്ടുപേരുടെയും ഉദ്ദേശം. ഓക്കെ, പക്ഷെ യൂട്യൂബ് എന്താ ചിന്തിക്കറിയോ, ഇയാള് വയലേറ്റ് ചെയ്തിരിക്കുന്നു, ഇയാൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണിച്ച് വ്യൂസ് നേടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രണ്ടുപേരുടെ ഉദ്ദേശം പോയോ? യൂട്യൂബ് ഒരു തരത്തിലുള്ള ഉദ്ദേശം, യൂട്യൂബിന്റെ മെഷീൻ ലേണിംഗ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നമ്മുടെ ചാനലിനെ അങ്ങനെ ടെർമിനേറ്റ് ആക്കിയ പിന്നെ ഇതിന്റെ പിന്നാലെ ഞാൻ കുത്തിയിരുന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഉദ്ദേശിച്ചിട്ടല്ല, എന്റെ ഉദ്ദേശം ഇതായിരുന്നു, അതൊന്നും അവർ മനസ്സിലാക്കില്ല, അതൊന്നും അവർ ചിന്തിക്കില്ല. അവരെന്താ പറയാ, ഈ ഒരു ഹെഡിങ് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള മെയിൽ തരുമ്പോൾ അതിൽ തന്നെ ഹെഡിങ്ങിൽ പറയും യൂട്യൂബ് സേഫ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ സേഫ്, അതായത് സേവ് ചെയ്യാൻ പറ്റുന്ന, സേഫ് ആയിട്ടുള്ള, അതായത് വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടെ സേഫ് ആണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റിന്റെ ഒന്നും യൂട്യൂബ് വെച്ചിരുത്തുന്നതില്ല. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെ യൂട്യൂബ് ഡിലീറ്റ് ആക്കി ടെർമിനേറ്റ് ആക്കി കളയുന്നതായിരിക്കും എന്നാണ് യൂട്യൂബ് പറയുക. അപ്പൊ ഇവിടെ നമ്മുടെ സത്യസന്ധത അവിടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറില്ല. എൻ്റെ ഉദ്ദേശം എൻ്റെ ഓഡിയൻസിന് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കുക, അതും മുഖാന്തരം അവർ അത്തരത്തിലുള്ള കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വീഡിയോ കാണുന്ന ഓഡിയൻസ് അത്തരത്തിലുള്ള കാര്യം ചെയ്യത്തുമില്ല, പക്ഷെ അപ്പോഴത്തേന് എൻ്റെ ചാനൽ പോയിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ആ ലേഡിയോട് മേഡത്തിനോട് പറഞ്ഞപ്പോ അപ്പൊ അവർ മനസ്സിലാക്കി, ശരിയാണ്, അതൊന്നും വേണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത് അറിയണം. അതാണ് ഞാൻ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഒക്കെ ഇടുന്നത്. എന്താണെന്ന് അറിയോ, നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് നിങ്ങളുടെ കണ്ടന്റിൽ മുഴുകിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തെറ്റും ശരി നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ എന്ന് പറയുന്നത് യൂട്യൂബ് കണ്ടന്റ് തന്നെയാണ്. യൂട്യൂബിന്റെ പോളിസി, യൂട്യൂബിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക് അവയർനെസ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ ഈ കണ്ടന്റ് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്തരത്തിൽ എൻ്റെ ചാനലിൽ പോയി എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഒന്ന്, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് തിരിച്ച് കിട്ടുന്നില്ല. യൂട്യൂബ് അതിനെ വീണ്ടും നമ്മൾ അതിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് ഇത്തരത്തിലുള്ള ചാനൽ പോണവർക്ക് മെയിൽ വരും, അതിൽ ഹിയർ എന്നുള്ള അപ്പീലിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പീൽ ചെയ്യുമ്പോൾ നമ്മളതിൽ എല്ലാം റിക്കവറി മെയിൽ ഐ ഡി, എല്ലാ മെയിൽ ഐ ഡി, ആഡ്സെൻസിന്റെ PUB നമ്പർ, കാര്യങ്ങൾ, ചാനൽ URL, ഇതൊന്നും മറക്കരുത്. ഇതെല്ലാം എഴുതി വെക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. പലവർക്കും ചാനൽ URL അതെന്താ സാധനമൊക്കെ എവിടെ പോയാൽ കിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇമെയിൽ ഐ ഡി പാസ്വേഡ് അറിയാത്ത ആളുകളടക്കം ഉണ്ട്. മൊബൈല് റീസ്റ്റാർട്ട് ചെയ്തു, എൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എനിക്ക് അറിയില്ല. ഇത് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കുക? അങ്ങനെയുള്ള, അതുകൊണ്ടാണ് എൻ്റെ പ്രേക്ഷകർ, എൻ്റെ ഓഡിയൻസ് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഫോൺ എന്തെങ്കിലും പ്രോബ്ലം വരും എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഫോണിൽ ഈ ഒരു ഇമെയിൽ ഐ ഡി പാസ്വേഡും ആക്സസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കി വെക്കുക.
നിങ്ങളുടെ ഫോൺ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് വേറൊരു ഫോണിൽ ഇട്ടിട്ട് പുതുതായിട്ട് ചെയ്യുമ്പോൾ അത് ആക്സസ് കിട്ടില്ല. ആ ഗൂഗിൾ എന്താ വിചാരിക്കുക, നിങ്ങൾ സ്കാം ചെയ്യാണ് അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ എടുക്കാൻ പോവുകയാണ് എന്നുള്ള രീതിക്ക് അത് തരത്തില്ല. അല്ലാണ്ട് യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഗൂഗിളിന്റെ തെറ്റല്ല, നിങ്ങളുടെയും തെറ്റല്ല, നിങ്ങൾക്ക് അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഒന്നിലധികം ഫോണിൽ, നിങ്ങളുടേതായിട്ടുള്ള ഫോൺ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫോൺ, നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടേതായിട്ടുള്ള രണ്ടാമത്തെ ഫോണിൽ നിങ്ങൾ ആക്സസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഡിവൈസ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ആക്സസ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ, ഫോൺ അങ്ങനെ കളഞ്ഞു പോയാൽ കൂടി നിങ്ങൾക്ക് അത് നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. പിന്നെ ഗൂഗിളിന്റെ ഹെൽപ്പിൽ പോയിട്ട് അവരോട് ധരിപ്പിക്കണം, എന്തെങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ പോയി കുറേ മെസ്സേജ് അയച്ച് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഫോൺ ഏതാണോ, ഡിവൈസ് ഏതാണോ, അതിൽ നിന്ന് തന്നെ ചെയ്യണം. മറ്റൊരാളിനെ ഏൽപ്പിച്ചാൽ അത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. റിക്കവർ ചെയ്യുമായി ബന്ധപ്പെട്ട് അത് ഒരുപാട് സെക്യൂർ ആണ്. അങ്ങനെയുള്ള സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിൽ ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ ചാനൽ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ പോളിസി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് പണി കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇടും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ആ പോളിസി അവിടെ വർക്ക് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള ചാനൽ എടുത്ത് കളയുന്നില്ല. പിന്നെ അതിൽ പേയ്മെന്റ് ഒന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് അത് ചവർ പോലെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഇതിൽ പോളിസി ശക്തമാണ്. പോളിസി ശക്തമായത് കൊണ്ട് തന്നെ ഓരോ ക്രിയേറ്ററും പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ ചെയ്യരുത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനലിനെ സേഫ് ആക്കി വെക്കേണ്ട ചുമതല നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു അറിവ് സമ്പാദിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും അത്തരത്തിലുള്ള കണ്ടന്റിലേക്ക് പോകുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു മൃഗത്തിനെ തല്ലുക അല്ലെങ്കിൽ കാലും കൊണ്ട് ഇങ്ങനെ തട്ടുക, അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്താൽ അത് പണി കിട്ടും എന്നുള്ളത് ഈ വീഡിയോ കണ്ട ഒരു വ്യക്തിക്ക് മനസ്സിലാവും. അപ്പോൾ അവര് വീട്ടിലുള്ള പശുവോ, കോഴിയോ, നായോ, പൂച്ചയോ എന്തിനെങ്കിലും ഉപദ്രവിക്കാൻ പോകണമെങ്കിൽ അത് വീഡിയോ ഇടാൻ പറ്റില്ല എന്നുള്ള അറിവ് അവർക്ക് മൈൻഡിൽ സെറ്റ് ആവും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനൽ ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് സബ് ഉണ്ടെങ്കിൽ ചെറിയ ചാനൽ പോകും. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഓക്കെ. പിന്നെ ഇത്തരത്തിലുള്ള കാര്യം വന്നാൽ സ്പാം ആൻഡ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്പാം ആൻഡ് റെസ്പെക്റ്റീവ് പ്രാക്ടീസ് ആൻഡ് സ്കാം പോളിസി എന്ന് വന്നിട്ടാണ് ഒരുപാട് പേര് ചാനൽ പോകുന്നത്. അപ്പൊ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവർ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവരിന്റെയൊക്കെ ഓൺ കണ്ടന്റ് ആണ്, ഫേസ് വാല്യൂ കാണിച്ചിട്ടാണ്, സ്വന്തം കണ്ടന്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് ചാനലിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്പാം ആണ്. സ്പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള വീഡിയോകൾ ആവർത്തിച്ച് നിങ്ങളുടെ ചാനലിൽ ഇടുക. സെയിം കണ്ടന്റ് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന, ഞാനത് പറയാറുണ്ട്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്നും പറയും ഇതിനെ. റിപ്പീറ്റ് ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേ ഇരുന്നിട്ട് അത്തരം കണ്ടന്റുകൾ ഇതിപ്പോ ഓഡിയൻസ് വരുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ഇതെന്താ എല്ലാം ഒരേപോലെ ഇട്ടിരിക്കുന്നു എന്ന് തോന്നും. അത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആണ്, സ്പാം ആണ്. അതുപോലെ തന്നെ ടൈറ്റിൽ ഒരേപോലെ എഴുതരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരേപോലെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എഴുതണം. ടൈറ്റിൽ, തമ്പനയിലും ഒരേപോലെ വെക്കരുത്. ഒരേപോലെ എല്ലാ വീഡിയോ നമുക്ക് തമ്പനയിൽ ഒരേപോലെ എന്താ, അതായത് എനിക്ക് പണി ചെയ്യാൻ വയ്യ എന്നുള്ള രീതിക്കാണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കണം, പക്ഷെ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടാൻ വയ്യ. അതുപോലെയാണ് ഒരുപാട് കമ്പനിയിൽ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേപോലെ വീഡിയോസ് ചെയ്യരുത്. പിന്നെ മറ്റുള്ള വെബ്സൈറ്റിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, അതായത് എത്തിച്ചേരാൻ വേണ്ടി അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യരുത്. അതുപോലെ അത്തരത്തിലുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കരുത്. ഇപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതും അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഒരുപാട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലിങ്കുകൾ. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ ആദ്യം പറയുകയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത്തരത്തിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ പോലെ കിട്ടുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ആ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ യൂട്യൂബിന് നഷ്ടം, കാരണം വ്യൂസ് വരുന്നില്ല. യൂട്യൂബിനും ഇതിനൊരു ഏണിങ്സ് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് 55% യൂട്യൂബ് വെച്ചിട്ട് 45% നമുക്കാണ് തരുന്നത്, ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കാണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസിൽ എൻഗേജ്മെന്റ് ഉണ്ടാകുന്നില്ല, വേഗം ആ വെബ്സൈറ്റിലേക്കാണ് എൻഗേജ്മെന്റ് വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളും സ്പാം ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ. ഓക്കെ, ഒരു വീഡിയോയിൽ വന്നു, ആളുകൾക്ക് അതിലൊരു ഒരു ഗുണവും കിട്ടുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്ത അങ്ങനെയൊക്കെ വീഡിയോസ് പലതും നിങ്ങൾ കണ്ടു, അതൊക്കെ സ്പാം കാറ്റഗറിയിൽ പെടുന്നതാണ്. പിന്നെ ഡെസ്പെക്റ്റീവ് ആൻഡ് പ്രാക്ടീസ്, അതായത് വഞ്ചനാപരമായിട്ടുള്ള രീതികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും ചാനൽ പോകുന്നതായിരിക്കും. അതിൽ ഏറ്റവും വരുന്നത് ടൈറ്റിൽ ആൻഡ് തമ്പനെയിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ.
ടൈറ്റില്, തമ്പനെയില്, ഡിസ്ക്രിപ്ഷൻ ഇത്തരം കാര്യങ്ങളിലൊന്നും തെറ്റായ രീതിയിൽ കൊടുക്കാതിരിക്കുക. ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഇത് വഞ്ചനാപരമായിട്ടുള്ള ഡെസ്പിറ്റീവ് കണ്ടന്റ് ആണ്. അത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വ്യൂവേഴ്സിന് പ്രോമിസ് ചെയ്തുകൊണ്ടിട്ടുള്ള വീഡിയോസ്, അതായത് ഇതുവരെ ഞാൻ തരാം, ഇന്ന വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസുകൾ, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ട് വ്യൂവേഴ്സിന് പ്രോമിസ് കൊടുക്കുക. വ്യൂവേഴ്സിന് പ്രോമിസ് ചെയ്തുകൊണ്ടിട്ടുള്ള അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഈ ഡെസ്പിറ്റീവ്, അതായത് വഞ്ചനപരമായിട്ടുള്ള രീതികളാണ്. ഓക്കെ. പിന്നെ ഇവിടെ ലൈക്ക്, സബ് ഇതെല്ലാം ഞാൻ തരും, അങ്ങനെ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുള്ള വീഡിയോസുകൾ, അതായത് ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലൈക്ക്, വ്യൂസ് ഒക്കെ കൂടാൻ വേണ്ടി, സബ്സ്ക്രൈബ്സ് ഒക്കെ കൂടാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസുകളും ഇത്തരത്തിൽ വഞ്ചനാപരമായിട്ടുള്ള വീഡിയോസ് ആണ്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം സ്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പുകൾ. ഓക്കെ. ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് കൂടുതൽ കിട്ടണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഗീവ് അവേ കൊടുക്കാം. എൻ്റെ ചാനലിൽ ഇങ്ങനെ സബ് കിട്ടിയാൽ മതി, ഇത്ര സബ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സബ് ചെയ്തതിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സബ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഗീവ് അവേ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ്, സ്കാമാണ്. ആ ഒരു സ്കാം കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് തന്നെ യൂട്യൂബ് അത്തരത്തിലുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ചാനലുകളെ ഇതിൽ ഒഴിവാക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ പെട്ടെന്ന് സമ്പന്നരാകാം എന്ന് കരുതിക്കൊണ്ട്, അതായത് പെട്ടെന്ന് സമ്പന്നരാകാം എന്ന് കരുതിയുള്ള നിക്ഷേപ തട്ടിപ്പുകൾ. ഓക്കെ. പല നിക്ഷേപ തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് സമ്പന്നരാകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പരിപാടികൾ ഇത്തരത്തിൽ സ്കാമാണ്. ഓക്കെ. പിന്നെ ഫിഷിംഗ് പോലെയുള്ള, അതായത് ചില വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത്തരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അത് ഫിഷിംഗ് പോലെയുള്ള വെബ്സൈറ്റുകളായിരിക്കും. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റ് ചോർത്തി കൊണ്ടുപോകുന്നതായിരിക്കും. അത്തരത്തിലുള്ള വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, അത്തരത്തിലുള്ള വെബ്സൈറ്റിനെയൊക്കെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള സ്കാമാണ്. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഈ ഒരു മെയിലുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെ പെട്ടെന്ന് പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് കരുതിക്കൊണ്ടാണ് യൂട്യൂബ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പലവരുടെ ചാനൽ ഇത്തരത്തിൽ പോയി കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടുമില്ല, അപ്പോൾ നമ്മൾ അപ്പീൽ ചെയ്യുമ്പോൾ കിട്ടത്തുമില്ല. അപ്പൊ എന്താ കാര്യം എന്ന് മനസ്സിലാവാണ്ട് നമ്മൾ പരമാവധി അവരോട് ഒരുപാട് കാര്യം ചോദിക്കും. പക്ഷെ പല ആളുകളും നമ്മളോട് ഉള്ളു തുറന്ന് ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ഈ ലൈവ് ഒക്കെ ചെയ്താൽ പോകുണ്ടാവും. കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈവ് ചെയ്താൽ, ചെറിയ കുട്ടികളെ എടുത്ത് ലൈവ് ഒക്കെ ചെയ്താൽ ചാനൽ പോകും. പെട്ടെന്ന് ലൈവ് സെക്ഷൻ ആദ്യം ഓഫാക്കും, ചിലപ്പോൾ ചാനലും പോകും, ലൈവ് കിട്ടില്ല, പിന്നെ ലൈവ് സ്ട്രീം കിട്ടില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. പിന്നെ കുട്ടികളുടെ മേലുള്ള അതിക്രമം ഇല്ലാണ്ടിരിക്കാനാണ് യൂട്യൂബ് ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്തരത്തിലൊക്കെ കളയുന്നത്, ലൈവ് സ്ട്രീമിങ്ങിന്റെ ഓപ്ഷൻ കളയുന്നതും അതുപോലെ കമന്റ് ഓഫ് ആക്കുന്നതും. ഇതെല്ലാം കുട്ടികളുടെ മേലിൽ ബാഡ് കമന്റുകൾ വരരുത് എന്ന് കരുതിയിട്ടാണ്. ഓക്കെ. അപ്പൊ യൂട്യൂബിന്റെ പോളിസി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, ചാനൽ സുരക്ഷിതമായി വെക്കുക, ചാനലിന് വേണ്ടിയിട്ടുള്ള URL, അതുപോലെ PUB നമ്പർ, ആഡ്സൻസ് ഉള്ളവരാണ് PUB നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ്, സെക്കൻഡറി ഇമെയിൽ ID ഏതാണ്, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഓക്കെ. പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരോടാണോ അപ്ലൈ ചെയ്യാൻ, ഇത്തരത്തിൽ അപ്പീൽ ചെയ്യാനൊക്കെ കൊടുക്കുന്നത്, അവരിതുപോലെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ചാനൽ തിരിച്ചു കിട്ടില്ല, വളരെയധികം ബുദ്ധിമുട്ടും. പിന്നെ ഒരു അപ്പീൽ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 15 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത ശേഷം വീണ്ടും അപ്പീൽ ചെയ്യുക. പെട്ടെന്ന് ഒന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്ട് വീണ്ടും അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർത്തും പറയും ഈ ചാനൽ തിരിച്ചു തരുന്നതേ അല്ല എന്ന് പറയും. അപ്പൊ അപ്പീൽ ചെയ്യുന്നതിന് കുറച്ച് 15 ദിവസം, ചിലപ്പോൾ മാസങ്ങളോളം ടൈമൊക്കെ എടുത്തു എന്ന് വരും ചാനൽ റിക്കവർ ചെയ്ത് കിട്ടണമെങ്കിൽ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ആരാണോ റിക്കവർ ചെയ്യുന്നത് അവരോട് വളരെ ഡീപ്ലി പറയുക. കാരണം ഇവിടെ അപ്പീൽ ചെയ്യുമ്പോൾ അതിൽ ഒരു ബോക്സ് ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതണം. അപ്പൊ അതിന് ഉചിതമായി എഴുതണം എന്നുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് മനസ്സിലായാലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പീൽ ചെയ്യുമ്പോൾ പലതും പല കണ്ടന്റാണ്. ചിലവർ വ്ളോഗ് ആയിരിക്കാം, ചിലവർ എന്തെങ്കിലും മറ്റുള്ള കണ്ടന്റ് ഒക്കെ ആയിരിക്കും. ആ കണ്ടന്റിന് അനുയോജ്യമായിട്ട് വേണം അപ്പീൽ ചെയ്യാൻ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ഒക്കെ ഒരാൾ ചോദിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. എന്നിരുന്നാലേ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചാനൽ പ്രവർത്തിക്കുക. ഒരിക്കലും പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്യരുത്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ നിങ്ങളെ ഒരുപാട് ഏണിങ്സ് കിട്ടാൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.